ഞാൻ ഡോക്ടർ രഞ്ജിത്ത് പരമൻ, CAM ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റും ആണ്. നാളെ, അതായത് നവംബർ 14 വേൾഡ് ഡയബറ്റിസ് ഡേ ആചരിക്കുന്നു. 2024 വേൾഡ് ഡയബറ്റിസ് ഡേ തീം എന്ന് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിങ് ഗ്യാപ്സ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആൾക്കാരിൽ ഡയബറ്റിസ് സ്ക്രീനിങ്ങും ഡയഗ്നോസ് ചെയ്ത ആൾക്കാരിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാമെന്നാണ് ഇപ്പോഴത്തെ തീം. പിന്നെ രണ്ടാമത്തെ ഒരു എയിം എന്ന് വെച്ചാൽ മെഡിസിൻസ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമ്മളെ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലം ആവാറേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയബറ്റീസും അതുപോലെ അതിന് ബന്ധമായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കൊളസ്ട്രോളിൻ്റെ അസുഖം, അതുകൂടാണ്ട് പൊണ്ണത്തടി, ഇതൊക്കെ വളരെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള നമ്മൾ ടെർമിനോളജിയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കൂടെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, കൂടുതൽ ഹൈപ്പോ തൈറോയിഡിസം ആണ് കാണുന്നത്. അതിൻ്റെ കൂടെ മാഷ്, അതായത് മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റിയർട്ടോ ഹെപ്പറ്റൈറ്റിസ്, ചുരുക്കി പറഞ്ഞാൽ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യന്റിന് ഷുഗർ കൂടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷുഗർ മാത്രമല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഷുഗർ അതിൻ്റെ ബന്ധമായിട്ട് കുറേ ഓർഗൻസ് ഇൻവോൾവ് ആണ്. ഗ്ലൂക്കോസ് ലെവൽസ് കൺട്രോൾ ആയില്ലെങ്കിൽ ഓരോ അവയവങ്ങളും കുറേശ്ശെ സ്ലോ ആയിട്ട് ഒരു സ്ലോ ഡെത്ത് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ കൂടുതൽ വെച്ചാൽ നമ്മളിപ്പോൾ 20s, ചിലർക്ക് ഈവൻ 15 years 16 years വരെ ആ സമയമാകുമ്പോഴേക്കും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സ്ക്രീനിങ് ഏജ് ഗ്രൂപ്പ് കുറച്ചുകൂടിയും സ്ട്രിഞ്ചൻ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡയബറ്റിക്കും അതുപോലെ ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിങ് നിർബന്ധമായി. അതുകൂടാണ്ട് ഇതൊരു ജീവിതശൈലി രോഗമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജീവിതശൈലി എന്ന് പറയുമ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗാഡ്ജറ്റ് യൂസ് കുറച്ച് കൂടിയ ഇയേഴ്സ് ആയിക്കൊണ്ട് ഇപ്പൊ എല്ലാവരും വർക്കും ഒക്കെയും മൊബൈലും അതുപോലെ കമ്പ്യൂട്ടറിലും കൂടുതലായിട്ട് ലിങ്ക്. അപ്പൊ നമ്മൾ കൂടുതൽ ഇരുത്തം കൂടി ഇരിക്കുന്ന അവേഴ്സ് കൂടി ഇരിക്കുന്നുള്ള ഒരു വർക്ക് പാറ്റേണാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഓട്ടം, ചാട്ടം, ഇങ്ങനത്തെ വ്യായാമങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ വർക്ക് ലോഡ് കൂടുമ്പോൾ നാച്ചുറലി എല്ലാവരിലും ഈ ഒരു 30s മേലെ എല്ലാവർക്കും വ്യായാമങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ് കൂടുതൽ പേർക്ക് അഭിപ്രായം. ഇപ്പോഴത്തെ നമ്മുടെ വേൾഡിൽ വെച്ച് ഇന്ത്യയാണ് ഇപ്പോഴത്തെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ഇന്ത്യയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിലാണ്. അപ്പം സൗത്ത് ഇന്ത്യയിൽ അപ്പോൾ നാച്ചുറലി നമ്മുടെ ജീവിതശൈലികൾ ഭയങ്കരമായിട്ട് ഇതേപോലത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഫ്രീ ആക്കി ഒരു വർക്കിനുള്ള സമയത്ത് വർക്കിലും അത് ശ്രദ്ധിക്കുക, അതിന് കളിക്കേണ്ട സമയത്ത് നമുക്ക് കളിക്കണം. അപ്പോൾ 5 മണിക്കൂറിൽ നമ്മൾ അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. പിന്നെ ഇപ്പോൾ ഷുഗർ ഇപ്പം എല്ലാവർക്കും അറിയാം, ഷുഗർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വ്യായാമം, ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ ഉറക്കം വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഇതിൽ കുറേ ആൾക്കാർക്ക് സ്ലീപ്പ് ഡിപ്രവേഷൻ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അത് സ്ട്രെസ്, ഒരു വർക്ക് സ്ട്രെസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ വർക്ക് സ്ട്രെസ് കൂടുമ്പോൾ നാച്ചുറലി ഇവർ ലോങ് ടേമിൽ പോകുമ്പോൾ ഇവർക്ക് സ്ലീപ്പ് ഡിപ്രവേഷൻ വരുമ്പോൾ അവരുടെ മൂഡ് സ്വിങ്സ് വരും. മൂഡ് സ്വിങ്സ് ആകുമ്പോൾ നാച്ചുറലി അവർക്ക് നോക്കുമ്പോൾ ഹൈ ഷുഗേഴ്സ് കാണാറുണ്ട്. അതിൽ കൂടാതെ ചിലർക്ക് ഈവൻ ഒരു ചെറിയ മൈൽഡ് വേരിയേഷൻ കാർഡിയക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, എല്ലാം ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ പേഷ്യൻസിലും ചിലവർ അത് ഭയങ്കര നിസ്സാരമായിട്ട് തള്ളിക്കളയാണ്. ഷുഗർ അല്ലേ, വിത്തറിലുള്ളൂ, അപ്പോൾ നാച്ചുറൽ എന്താണ്, അപ്പോൾ നമുക്കൊന്നും ആദ്യം നിയന്ത്രിച്ച് നോക്കാം, മധുരമൊക്കെ നിയന്ത്രിച്ച്. പക്ഷെ അവരെന്താ ഫോളോ അപ്പ് ചെയ്യണ്ടാവില്ല. ഒരു തവണ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഡോക്ടർ പിന്നെ അടുത്തൊന്നും കാണില്ല.
അവർ കൂടുതൽ പിന്നെ ഒരു 2 കൊല്ലം 3 കൊല്ലമായിട്ടാണ് നമ്മുടെ അടുത്ത് ഫോളോ അപ്പ് വരും. ആ ഫോളോ അപ്പിൽ വരുമ്പോൾ ഇവരുടെ ആവറേജ് ഷുഗേഴ്സ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലും അൺകൺട്രോൾഡ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും അവർക്ക് ബാക്കി നാഡികൾക്ക് പ്രശ്നമായിട്ട് തരിപ്പ്, അതുപോലെ തന്നെ കിതപ്പ്, ഇതൊക്കെ വന്നതാണ്. ഇപ്പൊ എന്നെ കാഴ്ചക്ക് മങ്ങല്, അപ്പൊ ഇങ്ങനെയൊക്കെ മൂത്രത്തിൽ പത, ഈ സിംറ്റംസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ കാണിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ അന്ന് എന്താ കാണിക്കുന്നത്? അപ്പൊ അത് വെച്ചാൽ ഞങ്ങൾ കുറെ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി, ഇപ്പൊ കൺട്രോൾ ആവാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളടുത്ത് വന്നത്. അപ്പോ ഷുഗർ ഫസ്റ്റ് ട്രീറ്റിംഗ് ഡോക്ടർ ആരാ ഡയഗ്നോസ് ചെയ്താൽ അവർ തന്നെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഒരുവിധം അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, ഇതാണ് കൂടുതലും 3 മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആണ്. ഇത് 3 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മാക്രോവാസ്കുലർ അറിയാം എല്ലാവർക്കും, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതാണ് 2 മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ കണ്ടുവന്നത് വെച്ചാൽ ഇപ്പോൾ അത് കൂടാണ്ട് തന്നെ സിറോസിസ് ഭയങ്കരമായിട്ട് കൂടുതൽ കാണുന്നു, ലിവർ സിറോസിസ്. അതിപ്പോ ഷുഗർ പണ്ടൊക്കെ പറഞ്ഞ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം കൂടുതലും മദ്യപാനം ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അതല്ല, മദ്യപാനം ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നുണ്ട്, എസ്പെഷ്യലി കൂടുതലുള്ള ആൾക്കാർക്ക്. അതായത് തടിയിൽ ഈ പൊണ്ണത്തടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ ഡയബറ്റീസ് അസോസിയേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഫാറ്റ് അക്യുമുലേഷൻ ഈ വയറിൽ കൂടുതൽ അക്യുമുലേറ്റിനുള്ള ഒരു ഫാറ്റ് ഡെപ്പോസിഷന് കൂടുതലുള്ള ആൾക്കാർക്കാണ് ഈ ഫാറ്റി ലിവർ കൂടുതലാണ്. അപ്പൊ ഈ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് വേറെ ഒരു സിറോസിസ് വരാനുള്ള ഒരു ചെറിയ റിസ്ക് ഫാക്ടറാണ്. അപ്പൊ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി ഒന്നും മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നർത്ഥം. ഇത് കൂടുതൽ വരാൻ കാരണം ഇരുത്തമാണ് ഏറ്റവും കൂടുതൽ. അത് ഇപ്പൊ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇതായിട്ടുള്ളത് തന്നെ. അപ്പൊ ഇതാണ് ഒരു കാരണം കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കൂർക്കം വലി ഒരു ഫാക്ടറാണ്. കൂർക്കം വലി നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമേ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് പറയണ്ടാവുള്ളൂ. കൂടുതലെന്ന് വെച്ചാൽ ഇങ്ങനെ കൂർക്കം വലിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ കൂർക്കം വലി ഒരു നിയന്ത്രിച്ച് ഈ കൂർക്കം വലിയുള്ള അസുഖമുള്ള ആൾക്കാർ കൂടുതൽ പ്രഷർ, ഷുഗർ എല്ലാം കൂടി വരാം, സ്ട്രോക്ക്, ഇതൊക്കെ വരാൻ സാധ്യത. അപ്പൊ ഇതൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുവിധം ഇതൊക്കെ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ നോക്കും. മെസ്സേജ് തരാനുള്ളതെന്ന് വെച്ചാൽ ഷുഗർ ഡയബറ്റിസ് തുല്യം പോലെയാണ്. അതായത് ഇത് നമ്മൾ നിഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ലോ ആയിട്ട് എല്ലാ അവയവങ്ങളും, അതായത് നമ്മുടെ ഇപ്പോൾ സാധാരണ ഇൻഫെക്ഷൻ വന്നാൽ എന്താ സംഭവിക്കുക, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രഷർ കുറയാം, അതുപോലെ തന്നെ പേഷ്യന്റിന് ചിലപ്പോൾ ബോധം പോവാം, അത് കൂടാണ്ട് ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, ഹാർട്ടിന് ബാധിക്കാം. അപ്പൊ ഇത് മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ്. ഇതേപോലെ തന്നെയാണ് ഷുഗർ കൺട്രോൾ ചെയ്ത ആൾക്കാർ ലോങ് ടേമിൽ വരുമ്പോൾ ഇത് എല്ലാ അവയവങ്ങളും ബാധിച്ചിട്ട് ഒരു സ്ലോ പോയിസൺ പോലെയാണ് സത്യം പറഞ്ഞാൽ മനുഷ്യനെ. അത് മാത്രല്ല, ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു കുടുംബത്തിന് ഒരു ബാധ്യത പോലെയും കൂടിയാണ്. അത് മനസ്സിലാക്കണം. കാരണം വെച്ചാല് ഓരോ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെലവുകൾ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അപ്പൊ അത് വരാണ്ടിരിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ സിറോസിസ് എന്ന് വന്ന ഒരാൾക്ക്, ലിവർ സിറോസിസ് വന്നെന്ന് വെച്ചാൽ അതിന് ശാസ്ത്ര ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് കുറെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വേണം മാറ്റാൻ. പക്ഷെ അത് ഓരോ ഏജ് ക്രൈറ്റീരിയ പോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഹാർട്ടിന് തകരാറ് വന്നു കഴിഞ്ഞാൽ, ഹാർട്ട് ബ്ലോക്ക്, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് പമ്പിങ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ ഹാർട്ടിന് പ്രവർത്തന ശേഷം ഭയങ്കരമായിട്ട് കുറയാണെങ്കിൽ അവർക്ക് സാധാരണയുള്ള ജീവിതം, ആൾക്ക് മുമ്പ് ചെയ്ത ജോലികളൊന്നും ആൾക്ക് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് അതും ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ മാനസികമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നാച്ചുറലി ഇതൊരു ഫാമിലി ബേർഡനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ വയോജന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. കാരണം ചെറുപ്പക്കാരെന്ന ഫാമിലീസൊക്കെ ആയിട്ടും കൂടുതൽ മക്കളൊക്കെ ആണെങ്കിൽ കൂടുതൽ വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെ നോക്കാനും നമുക്ക് ഇവരെ സ്വയം ഒരു ഫോളോ അപ്പ് മിക്ക ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണുന്ന ആൾക്കാർ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട് റെഗുലർ ആയിട്ട്. പക്ഷെ ചില സാഹചര്യത്തിൽ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള കാരണം അവർ കഴിയുന്നത് അവർ ഫോളോ അപ്പിന് വരൂല്ല. അപ്പോൾ എന്തിനും ഗുരുതരമായ സൂക്കേട് വരുമ്പോൾ മാത്രമേ ഹോസ്പിറ്റൽ സമീപിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും അപ്പൊ അവര് ഹെൽപ്ലെസ് ആയി വരികയാണ്. അപ്പൊ വയോജനങ്ങളുടെ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടാനും ഭയങ്കര കൂടുതലാണ്. അപ്പോ
നമുക്ക് ഈ എന്താ വെച്ചാൽ ഒരു എല്ലാവരും ഇതൊരു ആർക്ക് വന്നാലും എല്ലാവരും ഒരു തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായ സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ നമുക്കല്ല ഈ ഷുഗർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി എല്ലാവരും അച്ഛനമ്മമാരും നോക്കണ പോലെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കറക്റ്റായിട്ട് സമീപിക്കുക, റെഗുലർ ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, പറയുന്ന നിർദ്ദേശം പോലെ ചെയ്യാം. ബാക്കിയൊന്നും നിങ്ങൾ കൂടുതൽ സോഷ്യൽ മീഡിയാസിൽ പറയുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ ഇതാവണ്ട. എന്തെങ്കിലും സംശയമെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ സമീപിച്ച് സംശയം തീർക്കുക. എന്നിട്ട് എല്ലാവരും ആരോഗ്യപരമായിട്ട് ജീവിക്കുക. കൂടുതൽ സ്ട്രെസ് കുറയ്ക്കാൻ, സ്ട്രെസ് ഫ്രീ ലൈഫാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യകതയായിട്ടുള്ളത്. താങ്ക് യു.